അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, വളരെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്നലെകളിൽ നാം നിർവഹിച്ച അമലു സാലിഹാത്തുകളേക്കാൾ പ്രാധാന്യവും പദവിയും ഇന്നു മുതൽ 10 ദിനം വരെയും നാം നിർവഹിക്കുന്ന അമലു സാലിഹാത്തുകൾക്കുണ്ട്. നമ്മൾക്ക് നിർവഹിക്കാൻ കഴിയുന്ന അമലു സാലിഹാത്തുകൾ ഖൗലിയായ അഥവാ വചനങ്ങൾ കൊണ്ട് നിർവഹിക്കാൻ കഴിയുന്നവകളുണ്ട്. അതോടൊപ്പം തന്നെ ശാരീരികമായി നിർവഹിക്കാൻ കഴിയുന്ന അമലു സാലിഹാത്തുകളുണ്ട്. ഖൽബിയായി ഹൃദയംഗമമായി നിർവഹിക്കുന്ന അമലു സാലിഹാത്തുകളുണ്ട്. ധനപരമായി നിർവഹിക്കാൻ കഴിയുന്ന അമലു സാലിഹാത്തുകളുണ്ട്. അമലു സാലിഹാത്തുകളായി അറിയപ്പെട്ടിട്ടുള്ള ഏതേത് കാര്യങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, തക്ബീറുകൾ, തഹ്മീദുകൾ ഇവകളെല്ലാം ഖൗലിയായ അഥവാ നമ്മൾ നാവ് കൊണ്ട് നിർവഹിക്കേണ്ടുന്ന അമലു സാലിഹാത്തുകളുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ നാം ശാരീരികമായി നിർവഹിക്കുന്ന അമലു സാലിഹാത്തുകളാണ് നമസ്കാരം, ഖിയാമുൽ ലൈൽ, ളുഹാ നമസ്കാരം, റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ, നോമ്പനുഷ്ഠാനം പോലെയുള്ളവർ. ഹൃദയംഗമമായി നമ്മൾ നിർവഹിക്കുന്ന അമലു സാലിഹാത്തുകൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള അനുഗ്രഹങ്ങൾ ഏതാണോ ആ അനുഗ്രഹങ്ങളൊക്കെ താല്പര്യപ്പെടുകയും ചെയ്യുക എന്നത്. മാലിയായ ധനപരമായി നാം നിർവഹിക്കുന്ന അമലു സാലിഹാത്തുകൾ സദഖകളും സംഭാവനകളും ഋണബാധിതരായി അഥവാ കടബാധ്യതകളിൽ പെട്ടുഴലുന്ന ആളുകൾക്കുള്ള സഹായങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ധനപരമായി നിർവഹിക്കാവുന്നതാണ്. ഇങ്ങനെ അമലു സാലിഹാത്തുകളായി അറിയപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം നാം നിർവഹിക്കേണ്ടവരാണ്. ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിർവഹിക്കുന്ന ഹജ്ജ് കർമ്മം അതിൻ്റെ ഭാഗമാണ്. ഹാജിമാരല്ലാത്തവരും ഹാജിമാരും നിർവഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വദഹിയ്യത്ത്. ആരെങ്കിലും വദഹിയ്യത്ത് അറുത്ത് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് തയ്യാറാകുന്ന ആളുകൾ ഇന്നു മുതൽ വദഹിയ്യത്ത് അറുത്ത് കൊടുക്കുന്ന ദിനം വരെയും നഖമെടുക്കുകയോ താടിയും മീശയും വെട്ടുകയോ മുടിയെടുക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. എന്നാണ് വദഹിയ്യത്ത് അറക്കുന്നത് അന്നാണ് അതിന് പിന്നീട് അവസരം ലഭിക്കുകയുള്ളൂ, പാടുള്ളൂ എന്നർത്ഥം. ആരാണോ വദഹിയ്യത്ത് അറക്കുന്നത് അഥവാ ആർക്കാണോ അതിൻ്റെ ഉത്തരവാദിത്വം ഒരു കുടുംബത്തിലുള്ളത് അദ്ദേഹത്തിന് മാത്രമാണ് ആ ബാധ്യത ഉള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിൽ സാധ്യമായ അമലു സാലിഹാത്തുകളെല്ലാം നിർവഹിക്കുവാൻ ഇനിയുള്ള സമയങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയണം. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യൽ നമ്മുടെ ഖൗലിയായ വളരെ ശ്രദ്ധേയമായ ഒരു അമലു സാലിഹാത്താണ്. ഇന്നു മുതൽ 3 ജുസ് വീതം ഒരാൾക്ക് ഓതി തീർക്കാൻ കഴിയുമെങ്കിൽ ഈ 10 ദിനങ്ങൾക്കുള്ളിൽ ഒരു ഖത്തം മുഴുവനായി തീർക്കാൻ നമുക്ക് കഴിയുന്നതാണ്. ഹൃദയംഗമമായി അർത്ഥമറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെയാണ് അത് പാരായണം ചെയ്യുന്നതെങ്കിൽ ഏറെ പുണ്യകരമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, സാധ്യമായ അമലു സാലിഹാത്തുകളിലെല്ലാം വ്യാപൃതമാകാൻ ഈ ദിനരാത്രങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കണം. റബ്ബ് സുബ്ഹാൻ അതിനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.